ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെൺകുട്ടികൾ പുരുഷനിൽ നിന്നും മറച്ചു വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ പുരുഷൻ അറിഞ്ഞാൽ അവർക്ക് ചമ്മലും ഉണ്ടാവാറുണ്ട്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടി എപ്പോഴും മറച്ചു വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അവളുടെ എക്സിൻ്റെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുക എന്നുള്ളത്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ അവർ തമ്മിൽ ബ്രേക്കപ്പ് ഒക്കെ ആയി. ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ നടന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടി ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് എക്സിൻ്റെ പ്രൊഫൈലിൽ കയറി ഒളിഞ്ഞു നോക്കും. ഇപ്പോഴും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോയി എങ്കിലും അവൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരിക്കലും ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല. പക്ഷെ അറിയണം അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഭയങ്കര ഹാപ്പിയാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ത്രീകൾ ഒളിഞ്ഞു നോക്കാറുമുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, പെൺകുട്ടികൾ എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു കാര്യമാണ് അവളെ എല്ലാവരും നോക്കണം എന്നുള്ളത്. അതായത് തന്നോട് എല്ലാവർക്കും എപ്പോഴും അസൂയ തോന്നണം. അതിപ്പോൾ തന്നെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മണി കണ്ടിട്ടോ, അതായത് പൈസ, ജോലി, ഇതൊക്കെ കണ്ടിട്ട് അവളോട് എല്ലാവർക്കും അസൂയ തോന്നണം. അവൾ എല്ലാവരേക്കാൾ ഒരു പടി മുകളിലാണ്. ഇങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഗേൾസിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ അവളോട് അസൂയ തോന്നണം. അതിപ്പോൾ ഗേൾസിനാവാം, ബോയ്സിനാകാം, എല്ലാവർക്കും അവളോട് അസൂയ തോന്നണം എന്നാണ് ഗേൾസ് പൊതുവെ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ഇവർ പുറത്തൊന്നും കാണിക്കത്തില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, പ്രണയം തോന്നിയ പുരുഷൻ്റെ ക്യാരക്ടർ അറിയാൻ വേണ്ടിയിട്ട് ഗേൾസ് ചില ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ കണ്ടു ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗേളിന് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് അറിയില്ല ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ്, അതായത് ആൾ കോഴിയാണോ, ഇതൊന്നും അറിയത്തില്ല. ഇതറിയാൻ വേണ്ടിയിട്ട് അവൾ ചില ടെസ്റ്റ് നടത്തും. അതിൽ ഒരു ടെസ്റ്റാണ്, അതായത് ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഒളിഞ്ഞു നോക്കും. കൂടുതലായിട്ടും ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇവരിങ്ങനെ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ചാറ്റ് ചെയ്യും ഈ ഒരു വ്യക്തിയുമായിട്ട്. ഈ ഒരു വ്യക്തി തിരിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ, അതായത് അവർക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ കോഴിത്തരമൊക്കെ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് പോയി പറഞ്ഞു കൊടുക്കും, ആൾ നല്ല കോഴിയാണ്, നന്നായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നും വെക്കും. ഇത്തരത്തിൽ ഇങ്ങനത്തെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗേൾസ് നടത്തും. പക്ഷേ ഇങ്ങനെ നടത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞു, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടും നിങ്ങളോട് പറയത്തില്ല. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നാണക്കേടാണ്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഗേൾസ് ചില സിറ്റുവേഷനിൽ, എല്ലാവരും അല്ല, വളരെ റെയർ ആയിട്ടുള്ള ഗേൾസ് അവരുടെ ഹസ്ബൻഡിൻ്റെ കുറ്റമൊക്കെ ഇങ്ങനെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഒരിക്കലും ആ ഒരു വ്യക്തിയോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ വെറുപ്പോ ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല ഷെയർ ചെയ്യുക. ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിയോട് ദേഷ്യം വരികയാണ്. അതായത് അവൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല, അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ ഒരു കാര്യം നേരെ ഓടി ചെന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനോട് പറയും. അതായത് ഒരാളോടായിരിക്കും പറയുക, ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു വ്യക്തിയോടായിരിക്കും പറയുക, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുറച്ച് കുറ്റമൊക്കെ പറയും. അത് ആ ഒരു സമയം ദേഷ്യം വരുമ്പോൾ പറയുന്നത് മാത്രമാണ്. പിന്നീട് ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇവൾക്കൊരു കുറ്റബോധമായിരിക്കും. പറയണ്ടായിരുന്നു, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ, ആ ഒരു വ്യക്തിനെ നാണം കെടുത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു കുറ്റബോധമായിരിക്കും. പക്ഷേ ഇങ്ങനെ കുറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയത്തില്ല. അത് അവൾക്ക് ഭയങ്കര നാണക്കേടാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ മുൻപിൽ കുറച്ചധികം കൊഞ്ചൽ കാണിക്കുന്നവരായിരിക്കും ഗേൾസ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നി, ഈ ഒരു പെൺകുട്ടി ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് കുറേ അധികം കൊഞ്ചൽ കാണിക്കും. അതിപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, പിച്ചും മാന്തും കടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും, കുറേ അധികം കൊഞ്ചി കാണിക്കും. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാർ മനസ്സിലാക്കണം, അത് അവൾക്ക് നിങ്ങളുള്ളൊരു ഇഷ്ടം അതുകൊണ്ട് മാത്രമാണ് എന്ന്. ഈ കൊഞ്ചിയ കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിലുണ്ട്. ഞാനിങ്ങനെ കൊഞ്ചി കാര്യം അല്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ കൊഞ്ചി കാണിച്ചത് ഈ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങളോടത് പറയത്തില്ല. അത് നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഒരു ഇഷ്ടം അവളോട് പറയണമെന്നാണ് ഒട്ടുമിക്ക ഗേൾസും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു.
ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.